കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നമ്പർ 1 ഭീകരവാദി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു ശരിക്കും പെട്ടു. വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് നേതാവ്. ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാമർശത്തിൽ നിയമ നടപടിയുമായി കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയ 4 പേർക്കെതിരെ പരാതി നൽകിയെന്നാണ് അജയ് മാക്കൻ പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കളെ നിശബ്ദരാക്കാൻ കഴിയില്ല. മരണത്തെ ഭയക്കുന്നവരല്ല കോൺഗ്രസുകാർ. നിലപാടിനു വേണ്ടി മരിക്കാൻ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാണ്. നിലപാടുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഭീകരവാദി എന്ന് വിളിക്കുന്നതാണ് ബിജെപിയുടെ ശീലമെന്നാണ് അജയ് മാക്കൻ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രമന്ത്രി രവനീതിന്റെ പരാമർശത്തിനെതിരെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തെലങ്കാന PCCകൾ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം. രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലെന്നും രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നുമാണ് രവനീത് സിംഗ് പറഞ്ഞത്. അടുത്തിടെ US സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി സിഖുകാരെ കുറിച്ച് പരാമർശം നടത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപം. നേരത്തെ കോൺഗ്രസിലായിരുന്നു രവനീത് സിംഗ് ബിട്ടു. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രവനീത് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. അതേസമയം BJP നേതാവ് തർവീന്ദർ സിംഗ്, ശിവസേന ഷിൻഡെ വിഭാഗം MLA സഞ്ജയ് ഗെയ്ക്വാദ്, ഉത്തർപ്രദേശിലെ മന്ത്രി രഘുരാജ് സിംഗ് എന്നിവർക്കെതിരെയും പരാതി ഉയർന്നിട്ടുണ്ട്. ഭാരത് ന്യായ് സംഹിതയുടെ 351, 52, 53, 61 വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യം. BJPയുടെയും സഖ്യകക്ഷി നേതാക്കളുടെയും ഭീഷണികൾ രാഹുൽ ഗാന്ധിയെ വധിക്കണമെന്നും ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നും ഉദ്ദേശിച്ചാണെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരായ പ്രസ്താവനകൾ ഇങ്ങനെയാണ്. BJP നേതാവ് തർവീന്ദർ സിംഗ് മർവ പറഞ്ഞത്, നിങ്ങൾ നന്നായി പെരുമാറുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെ അതേ വിധി നിങ്ങൾക്കും നേരിടേണ്ടി വരുമെന്നാണ്. സഞ്ജയ് ഗെയ്ക്വാദ് പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നാണ്. രവനീത് ബിട്ടു പറഞ്ഞത്, രാഹുൽ ഗാന്ധി രാജ്യത്തെ നമ്പർ 1 തീവ്രവാദിയാണെന്നാണ്. ഇതുതന്നെയാണ് രഘുരാജ് സിംഗും പറഞ്ഞത്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണിയുമായി ശിവസേന ഷിൻഡെ വിഭാഗം MLA എത്തിയത് അല്പം കടന്നുപോയി. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയുടെ നാവ് അരിഞ്ഞു കളയുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന ശിവസേന MLA സഞ്ജയ് ഗെയ്ക്വാദിന്റെ ആരോപണം ആരും പ്രതീക്ഷിക്കാത്തതായി പോയി. US സന്ദർശനത്തിനിടെ സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളുടെ പേരിലാണ് വിവാദപരമായ പ്രഖ്യാപനമുണ്ടായത്. ഇന്ത്യയിലെ സംവരണം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞുവെന്ന് ആരോപിച്ചാണ് സഞ്ജയുടെ പ്രസ്താവന. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ മറ്റൊരു പരാമർശവുമായി ഷിൻഡെ വിഭാഗം ശിവസേന MLA സഞ്ജയ് ഗെയ്ക്വാദ് വീണ്ടും എത്തിയത് ഏവരെയും ഞെട്ടിച്ചു. കോൺഗ്രസിനെ നായ്ക്കൾ എന്ന് വിളിച്ച ഗെയ്ക്വാദ് തന്റെ പരിപാടിയിലേക്ക് കയറി വരുന്ന കോൺഗ്രസുകാരെ കൊന്നു കുഴിച്ചു മൂടുമെന്നും പറയുന്നുണ്ട്. എന്റെ പരിപാടിയിൽ ഏതെങ്കിലും കോൺഗ്രസ് നായ്ക്കൾ കടന്നുവരാൻ ശ്രമിച്ചാൽ അവരെ ഞാൻ അവിടെ തന്നെ സംസ്കരിക്കുമെന്നാണ് ഗെയ്ക്വാദ് പറഞ്ഞത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം ഗെയ്ക്വാദ് പങ്കെടുക്കുന്ന പരിപാടിയെ സംബന്ധിച്ചായിരുന്നു ഈ പരാമർശം. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ അപജയം തടയാൻ ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഖാർഗെ ആവശ്യപ്പെട്ടത്. ഇന്ത്യയുടെ സംസ്കാരം രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുന്നത് അഹിംസയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പേരിലാണ്. രാഷ്ട്രീയത്തിൽ ഇവയെ മാനദണ്ഡമാക്കിയവരാണ് നമ്മുടെ നേതാക്കൾ. ബ്രിട്ടീഷ് ഭരണകാലത്തും ഗാന്ധിജി ഈ ആശയങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ആരോഗ്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വിദ്വേഷം വിളമ്പുന്ന ഇത്തരം ദുഷ്ടശക്തികൾ കാരണം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവർക്കും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഭരണകക്ഷിയുടെ ഇത്തരം രാഷ്ട്രീയ സ്വഭാവം ജനാധിപത്യ ചരിത്രത്തിലെ കാർക്കശ്യത്തിന്റെ മുഖമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് ഖാർഗെ പറഞ്ഞത്. ഏതായാലും രാഹുലിനെ വിടാതെ പിന്തുടരുകയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ.